മല കാണുന്നില്ല. ഈ മല കൊല്ലംകുന്ന് മലയാട്ടോ. ഈ മഞ്ഞ് മൂടിയിട്ടുണ്ടോ? മഞ്ഞ് മൂടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഇലവിഴ പൂഞ്ചിറയുടെ ആ കാഴ്ചകളെ കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു കവട്ട പോലെയാണ് ഈ രണ്ട് മലകളോട് ഇരിക്കുന്നത് കേട്ടോ. ഹായ്, ജിജോയ് ആണേ. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു പുതിയ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ മുട്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റും അതുപോലെ കൊടയത്തൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പൂതക്കുഴി വെള്ളച്ചാട്ടവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശങ്കരപ്പള്ളി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിന്റെ വഴിയിലൂടെ അല്പം സഞ്ചരിച്ചാൽ നമുക്ക് പൂതക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പൂതക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. പൂതക്കുഴി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ശങ്കരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വഴിയോട് വേണം നമുക്ക് പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്. ഇവിടെ ആയിട്ട് നമുക്ക് നോ പാർക്കിംഗ് പ്രൈവറ്റ് റോഡ് എന്നൊരു ബോർഡൊക്കെ കാണാതെ. ഇപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ ദയവ് ചെയ്ത് ഈ ഭാഗത്തൊന്നും വാഹനം പാർക്ക് ചെയ്യരുത്. ഈ സൈഡിലൊക്കെ വാഹനം പാർക്ക് ചെയ്യാം. കാരണം വീടിന് ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴുള്ള വഴിയാണ്. നമ്മളങ്ങോട്ട് പോവുക കേട്ടോ. എൻ്റെ സുഹൃത്ത് സാബുവിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഞാനും സാബുവും കൂടെയാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. കൂടെ സാബുവിൻ്റെ കൊച്ചുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന ഇടവഴിയിലൂടെ വേണം അങ്ങോട്ട് നടന്നു പോകാനായിട്ട്. ഇടുക്കി ജില്ലയിലെ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും അതുപോലെ സുന്ദരവും അപകടം കുറവുള്ളതുമായ ഒരു വെള്ളച്ചാട്ടമാട്ടോ നമ്മുടെ പൂതക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്ക് സുഖമായിട്ട് ഇവിടെ നീന്താനും കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. ധാരാളം സഞ്ചാരികളാട്ടോ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. അപ്പം അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇപ്പം അധികം മഴ പെയ്യുന്നില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് ആളുകളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. ഇവിടെ സുരക്ഷിതമായിട്ട് കുളിക്കാം എന്നതാണ് ഈ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ കാണുക കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ നല്ല സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ്. അവിടെ അധികം കുഴികളോ മറ്റോ ഒന്നുമില്ല. നല്ല നിരപ്പായ സ്ഥലമാണ്. ചെറിയ കുട്ടികളെ കൊണ്ടുവരെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാം. പക്ഷേ വെള്ളച്ചാട്ടത്തിൽ വന്നതിൻ്റെതായ സുരക്ഷാ ക്രമീകരണമൊക്കെ നടത്തണം കേട്ടോ. പാറയായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തെറ്റലുണ്ട്. അതുകൊണ്ട് വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. ഇവിടെ എല്ലാം ചെറിയ ചെറിയ മീനുകൾ നമുക്ക് കാണാം. കല്ല്, മുട്ടി തുടങ്ങിയ മീനുകൾ നമുക്ക് ഈ തോട്ടിൽ കാണാം കേട്ടോ. എല്ലാ തോട്ടുകളിലും ഉണ്ട്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ധാരാളം സഞ്ചാരികളാട്ടോ നമ്മുടെ ഈ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം സുഖമായിട്ട് നമുക്ക് കുളിക്കാനും കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ നമ്മളെ ആനയിടിക്കുത്തിക്കില്ലേ, ഏതാണ്ട് അതേപോലെ അധികം അപകടമൊന്നുമില്ലാത്ത സുരക്ഷിതമായി കുളിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ പൂതക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൂതക്കുഴിയിലെ കുഴിയൊക്കെ നമ്മൾ കാണാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് കുളിക്കാം, അതുപോലെ മേൽഭാഗത്തും കുളിക്കാം. അപ്പോൾ നല്ല അടുത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. മേളിൽ നിന്നൊരു ചെറിയ തോടാണ് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരുന്നത്. ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന കാഴ്ചയൊക്കെ നമ്മുടെ കണ്ണിന് കൗതുകമുള്ള കാഴ്ചയാണ്. ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നത്. കുറച്ചും ഒരു മഴയും കൂടെ പെയ്തുണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ചുകൂടെ വെള്ളം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ആ കുഴികളൊന്ന് കാണാൻ പോവുകയാണ്. ഈ കാണുന്ന സ്റ്റെപ്പ് കണ്ടോ, ആ സ്റ്റെപ്പിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ വെള്ളച്ചാട്ടമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഈ ഈ ആതിരപ്പള്ളി അല്ലെങ്കിൽ തൊമ്മൻകുത്ത് അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന കൊണ്ട് വെള്ളച്ചാട്ടമൊന്നുമില്ല. ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷേ സുരക്ഷിതമായൊരു വെള്ളച്ചാട്ടം. നമ്മളങ്ങനെ ആ ചെറിയ കുഴികളെടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന ഭാഗമുണ്ടോ, അവിടെയാണ് കുഴിയുള്ള 2 കുഴിയുണ്ടാവും. ആദ്യം കാണിച്ച ഭാഗത്ത് നില കുറവാണെന്നാണ് സാബു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. നല്ല വെള്ളം ഒഴുകുന്ന കാഴ്ചയും എങ്ങും ഹരിതാപവും പച്ചപ്പും. നല്ല രസമല്ലേ. നല്ല ഫോട്ടോ ഫ്രെയിമാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സുരക്ഷിതമായ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിയാലോ. ഞാൻ കുറച്ചൊക്കെ മാറി ആ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. മനോഹരമായ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളും തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റിലേക്ക്. നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണത്. നേരെ അങ്ങോട്ട് പോയേക്കാം. നമ്മളങ്ങനെ ശങ്കരപ്പള്ളിയിലെ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര വരിക കേട്ടോ. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡ് തൊടുപുഴ മുലട്ടൻ റോഡാണ്.
നമ്മളങ്ങനെ പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റ് കാണാൻ പോകുക കേട്ടോ. ഈ കാണുന്ന വഴി തൊടുപുഴ മുരണ്ടൻ റോഡാണ്. അപ്പൊ നമ്മളവിടുന്ന് ശിവഗിരി പള്ളിക്ക് മുമ്പ്, അതായത് മുരർന്ന് വരുന്ന ശിവഗിരി പള്ളിക്ക് മുമ്പ് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഒരു നല്ല മഴ കഴിഞ്ഞുകൊണ്ട് മലമുകളിലൊക്കെ നല്ല കോടമഞ്ഞ് ഇറങ്ങിയ കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് എല്ലാം പാറയിൽ കൂടെ വെള്ളം ഒഴുകുന്ന കാഴ്ചയും കാണാവേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റ് എത്തിയിരിക്കുക കേട്ടോ. അവിടുത്തെ ഒരു മയിൽക്കുറ്റി നമ്മൾ കാണുന്നത്. ഈ കാണുന്ന സ്ഥലമാണ് പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റ്. നമുക്ക് ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചാലോ. നമുക്ക് ഓരോ സ്ഥലങ്ങളെ വെക്കാൻ നോക്കാം കേട്ടോ. ഈ കാണുന്ന വഴി നേരെ വന്ന് ഏഴാനായിട്ട് അതുപോലെ തന്നെ അവിടുന്ന് കാക്കൊമ്പൊക്കെ പോകാതെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ റോഡിന്റെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലങ്കര റിസർവോയറിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. കണ്ടോ, എല്ലാം മലങ്കര ഡാമിന്റെ കാഴ്ചകൾ സുന്ദരമായിട്ട് കാണാം കേട്ടോ. കടക്കുകയാണ് മലങ്കര ഡാം. അവിടെ ഒരു ചെറിയ തുരുത്ത് പോലെ നമുക്ക് കാണാതെ. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ശങ്കരപ്പള്ളിയുടെ കാഴ്ചകളാണ്. എല്ലാം ശങ്കരപ്പള്ളിയുടെ കാഴ്ചകൾ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊടയത്തൂർ ഭാഗങ്ങൾ ഇത് കണ്ടോ, അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ മലങ്കര ഡാം. ബാക്കി എല്ലാം ഇതിന്റെ കാച്ച്മെന്റ് ഏരിയകളാണ്. ഈ കാണുന്ന റിസർവോയറിലാണ് പണ്ടത്തെ തൊഴുപുഴ മുരണ്ടൻ റോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം. ഒരു കുളിക്കടവൊക്കെ ഉണ്ടോ, അതിന്റെ ഈ താഴ്ഭാഗത്തോടെ ഒരു കലിങ്കൊക്കെ ഉണ്ടായിരുന്നേ. അത് ഈ വെള്ളം വറ്റിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കാണ്ട് ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. കാണുന്ന റിസർവോയറിലായിരുന്നു അന്നത്തെ തൊഴുപുഴ മുരണ്ടൻ റോഡിന്റെ ആരംഭ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന റോഡ്. അതിലൂടെ പോയിട്ട് അവിടെ അങ്ങ് ആ ഭാഗത്തേക്ക് കയറും. അവിടെ നിന്നിട്ടാണ് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതേ കാണുന്ന ഒരു പാറ ഉണ്ടോ, പാറ, ഇതിന് ഇരുവട്ടിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതേ കാണുന്നതെല്ലാം അഞ്ചിരി ഭാഗങ്ങളാണ്. ഇതെല്ലാം അവിടുത്തെ ഓരോരോ മലകളാണ്. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു മല കാണുന്നില്ല, ഈ മല കൊല്ലംകുന്ന് മല കേട്ടോ. അത് ഈ മഞ്ഞ് മൂടിയിട്ടുണ്ടോ, മഞ്ഞ് മൂടിയിലായിരുന്നെങ്കിൽ നമുക്ക് ആ ഇലവിഴ പൂഞ്ചിറയുടെ ആ കാഴ്ചയോടെ കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു കവട്ട പോലെയാണ് ഈ 2 മലകളോട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ് മൂടി കൊണ്ട് നമുക്ക് ഈ കാഴ്ചയൊന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, മനോഹരമായ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളും അതുപോലെ സുന്ദരമായ പച്ചിലാങ്കുന്ന് വ്യൂ പോയിന്റിലെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതുമാത്രം പോരാ, ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണുക, സന്ദർശിക്കുക, ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.